ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ആലപ്പുഴ ജില്ല പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞതായും നിഷ്പക്ഷവും സുതാര്യവും നിയമാനുസൃതവുമായ തെരഞ്ഞെടുപ്പിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ കെ ഇമ്പശേഖർ അറിയിച്ചു. ജില്ലയിലാകെ 1898 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ആകെ 16,82,697 വോട്ടർമാരാണ് ഉള്ളത്. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ആലപ്പുഴ ജില്ല പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ജില്ലയിൽ പോളിംഗ് ക്രമീകരണങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ 1898 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഈ പോളിംഗ് സ്റ്റേഷനുകൾ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഇപ്പോൾ വരയ്ക്കും നമ്മുടെ ഒരു പോളിംഗ് സ്റ്റേഷനിൽ 2 ക്യാമറ, പോളിംഗ് സ്റ്റേഷൻ അകത്ത് ഒരു ക്യാമറ, അതിന് ക്യൂ കാണുന്ന രീതിയിൽ പുറത്ത് ഒരു ക്യാമറ, അങ്ങനെ 2 ക്യാമറ വീതം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നമ്മൾ ഇന്നത്തോടു കൂടി വെബ്കാസ്റ്റിംഗ് ഉള്ള ക്യാമറ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഈ വെബ്കാസ്റ്റിംഗ് ഉള്ള ക്യാമറയുടെ കൺട്രോൾ റൂം കളക്ട്രേറ്റിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും നമ്മൾ ഈ ഒരു സ്ക്രീനോട് കൂടി നമ്മൾ നിരീക്ഷണം നമ്മൾ നടത്തും. 9-ാം തീയതി രാവിലെ 5:30 നമ്മൾ മോക്ക് പോൾ തുടങ്ങും. മോക്ക് പോൾ തുടങ്ങി കഴിഞ്ഞ ശേഷം കറക്റ്റ് 7 മണി തൊട്ട് നമ്മുടെ പോളിംഗ് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നമുക്ക് പോളിംഗ് തുടങ്ങും. വൈകിട്ട് 6 മണി വരയ്ക്കുമാണ് പോളിംഗ്. അത് കഴിഞ്ഞ് പോളിംഗ് ക്ലോസ് ചെയ്ത് എല്ലാ പോളിംഗ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും അതത് റിസപ്ഷൻ സെൻറ്ററുകളിൽ എത്തിച്ച് അവർ പോളിംഗ് മെഷീൻസ് എല്ലാം വാങ്ങി ആലപ്പുഴ, അമ്പലപ്പുഴ, മാവേലിക്കര ഈ 3 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒഴികെ ബാക്കി മണ്ഡലങ്ങളിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകളിലുള്ള മെഷീൻസ് നമ്മൾ വോട്ടിംഗ് കഴിഞ്ഞ ശേഷം CAPF എസ്കോർട്ട് ചെയ്ത് പോലീസ് കവേർഡ് വെഹിക്കിളിൽ നമ്മൾ വീഡിയോഗ്രാഫി ചെയ്തുകൊണ്ട് എല്ലാ കാൻഡിഡേറ്റ്സും അറിയിച്ചുകൊണ്ട് ആ മെഷീൻസ് എല്ലാം കൺസേൺഡ് കൗണ്ടിംഗ് സെൻറ്ററിലേക്ക് നമ്മൾ മാറ്റും. നിഷ്പക്ഷവും സുതാര്യവും നിയമാനുസൃതവുമായ തെരഞ്ഞെടുപ്പിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയിൽ ആദ്യമായി ഇത്തവണ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി ഓരോ പോളിംഗ് സ്റ്റേഷന്റെയും അകത്തും പുറത്തുമായി 2 ക്യാമറകൾ വീതം സ്ഥാപിച്ചു. ഇതിന്റെ കൺട്രോൾ റൂം കളക്ട്രേറ്റിലായിരിക്കും പ്രവർത്തിക്കുക. ആകെ 1898 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. ഇതിൽ ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകൾ 32 എണ്ണമാണ്. 20% റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 9,116 ജീവനക്കാരെയാണ് 2ാം ഘട്ട റാൻഡമൈസേഷനിൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. ജില്ലയിലെ വോട്ടർമാരുടെ എണ്ണം 16,82,697 ആണ്. ഹോം വോട്ടിംഗുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ 85 വയസ്സ് കഴിഞ്ഞ 11,102 പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പോലീസ്, ഇൻകം ടാക്സ്, തെരഞ്ഞെടുപ്പ് വിഭാഗം, വിവിധ സ്ക്വാഡുകൾ എന്നിവയുടെ സംയുക്ത പ്രവർത്തനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളെ 192 സെക്ടറുകളായി തിരിച്ച് സെക്ടറൽ ഓഫീസർമാരെയും അസിസ്റ്റന്റുമാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരിക്കുന്നു. ഹോം വോട്ടിംഗിൽ ജില്ലയിൽ 96% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, ADM B ജ്യോതി, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ PN അനി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.